ഇനി അടുത്ത യൂണിറ്റ് നഴ്സിംഗ് പ്രോസസ് ഇൻ സൈക്യാട്രിക് നഴ്സിംഗ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പോൾ നഴ്സിംഗ് പ്രോസസ് ആണ് മെയിനായിട്ടുള്ള ഇന്നത്തെ ഒരു ടോപ്പിക്ക്. ഓൾറെഡി ഫ്രം ഫസ്റ്റ് ഇയർ itself you are learning this nursing process. The definition of nursing process. Nursing process is an orderly, systematic manner of determining the patient's problem, making plans to solve them, initiating the plan or assigning others to implement it, and evaluating the extent to which the plan was effective in സോൾവിങ് ദി പ്രോബ്ലംസ് ഐഡൻറ്റിഫൈഡ് എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ മേജറായിട്ട് നമുക്കറിയാം നഴ്സിംഗ് പ്രോസസ്സിൽ വരുന്ന മേജർ 5 സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് അസസ്മെൻറ്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അതിൽ അസസ്മെൻറ്റിൽ തന്നെ കുറേ അധികം രീതിയിൽ നമുക്ക് സൈക്യാട്രിയിൽ അസസ്മെൻറ്റ് ചെയ്യാം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ഫോർ അസസ്മെൻറ്റ് നമുക്ക് സൈക്യാട്രിയിൽ എടുക്കാം. അസസ്മെൻറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, അസസ്മെൻറ്റ് ഇൻവോൾവ്സ് ദ കളക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദി പേഷ്യൻസ് ഹെൽത്ത്. അതാണ് മേജറായിട്ട് ഒരു ഡെഫിനിഷൻ ഫോർ അസസ്മെൻറ്റ്. It involves the collection, organization and analysis of information about the patient's health. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ സൈക്യാട്രിയിൽ അസസ്മെൻറ്റ് നടത്താൻ വളരെ അധികം ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സൈക്യാട്രിക് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഇസ് ദ ഫസ്റ്റ് മോസ്റ്റ് പാർട്ട്. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, ദെൻ history collection, mental status examination, neurological assessment or examination, laboratory test or investigations, psychological tests. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കളക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ നടത്തുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ടുള്ളതാണ് നമുക്ക് ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ ദ ഇൻ്റർവ്യൂ അലൗസ് ദി നേഴ്സ് ടു ഹിയർ ദി പേഷ്യൻസ് പെർസ്പെക്റ്റീവ് ഓൺ ദി പ്രോബ്ലം. അതായത് പേഷ്യൻ്റ് പെർസ്പെക്റ്റീവ് ഓൾസോ ദി നേഴ്സ് വിൽ ഓൾസോ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഒബ്സർവ് ദി ക്ലയൻസ് ബിഹേവിയർ, സപ്രസ്ഡ് ഫീലിങ്സ്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ സഹായകരമാകും. അപ്പോൾ അതിന് ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ടതിന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ഒരു ക്രൈറ്റീരിയ, ഒരു എഫക്റ്റീവ് ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ക്രൈറ്റീരിയ നമുക്ക് പറയുകയാണെങ്കിൽ, ഇൻ്റർവ്യൂ മസ്റ്റ് ബി കണ്ടക്റ്റഡ് ഇൻ എ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് വെയർ പ്രൈവസി മസ്റ്റ് ബി എൻഷുർഡ്, മേക്ക് ദി പേഷ്യൻറ്റ് ഓർ ദി ക്ലയൻറ്റ് to get relaxed and no need to rush for questions. നമ്മൾ കാമായിട്ട് പറഞ്ഞാൽ മതി, no need to rush the questions. Maintain eye contact with the patients, be interested and attentive to what he says. അതായത് പേഷ്യൻ്റ് എന്ത് പറയുന്നു അതിനോട് നമ്മൾ അറ്റൻറ്റീവായി നിന്ന് ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുമ്പോൾ they will also feel that you are the right person to whom ഐ മസ്റ്റ് വെന്റിലേറ്റ് മൈ ഫീലിംഗ് എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് തോന്നിയ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കാം. യൂസിങ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ് ആൻഡ് ഒബ്സർവിങ് ദി വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ് ഓഫ് ദി ക്ലയൻറ്റ്, മേക്കിംഗ് യൂസ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, യൂസ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് ലിസണിങ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് വേണം ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ക്ലിനിക്കൽ ഇൻ്റർവ്യൂയുടെ എയിമായിട്ട് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതോടുകൂടി പേഷ്യൻസിൻ്റെ പല സിംറ്റംസ് ഒബ്സർവ് ചെയ്യുക, അതുകൂടാതെ ഹിസ്റ്ററി കളക്ട് ചെയ്യുക, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് എയിമോട് കൂടിയാണ് നമ്മൾ ഈ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നഴ്സിംഗ് അസസ്മെൻറ്റിൽ ഫസ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. സെക്കൻഡ് അസസ്മെൻറ്റ് ടൂൾ ഈസ് ഹിസ്റ്ററി ടേക്കിംഗ്. അപ്പോൾ ഹിസ്റ്ററി ടേക്കിങ്ങിനൊരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഫോർമാറ്റ്.
അപ്പോൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മെഡിക്കൽ സർജിക്കലോ ബാക്കി സബ്ജക്റ്റിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ്. അപ്പോൾ ഫോർമാറ്റിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് നോക്കി പോകാം. അപ്പോൾ ഹിസ്റ്ററി കളക്ഷൻ ഫോർമാറ്റ് ഇൻ സൈക്കാട്രിക് നഴ്സിംഗ്, അത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതിലൊരു 7 മെയിൻ ഹെഡിങ്സ് ഉണ്ട്, അതിൻ്റെ താഴെ ഡിഫറെൻറ്റ് സബ് ഹെഡിങ്സും ഉണ്ട്. അപ്പോൾ 7 മെയിൻ ഹെഡിങ്സിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ. ദാറ്റ് ഇൻക്ലൂഡ്സ് നെയിം, ഏജ്, സെക്സ്, ഫാദർ ഓർ സ്പൗസ് നെയിം, അഡ്രസ്, എഡ്യൂക്കേഷൻ, occupation, income, marital status, religion, informant ആൻഡ് ഇൻഫർമേഷൻ നമുക്ക് റിലവൻ്റ് ആണോ, നോട്ട് റിലവൻ്റ് ആണോ, അഡിക്വേറ്റ് ആണോ, നോട്ട് അഡിക്വേറ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. Then coming to the second point in history collection, that is presenting chief complaint. Presenting chief complaint എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്സ് നമ്മൾ ഹൗ യു ക്യാൻ പ്രസൻറ്റ് ഇറ്റ്, അത് നമ്മൾ 2 രീതിയിലാണ് എഴുതേണ്ടത്. അക്കോർഡിംഗ് ടു ദി പേഷ്യൻറ്റ് ആൻഡ് അക്കോർഡിംഗ് ടു ദി ഇൻഫോർമൻറ്റ്. അക്കോർഡിംഗ് ടു ദി പേഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എങ്ങനെയാണോ അവൻ്റെ ഒരു രോഗത്തെ കാണുന്നത് അവനത് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് പറയും, ചിലപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് ആൾക്കാരെല്ലാവരും എന്നെ ഫോളോ ചെയ്യുകയാണ്, എനിക്ക് ഒരു സ്വൈര്യം തരുന്നില്ല, ഞാൻ എവിടെ പോയാലും അവരെൻ്റെ പുറകെ നടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പൊറുതിമുട്ടി ആണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിലപ്പോൾ പേഷ്യൻ്റ് പറയും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ദെൻ അക്കോർഡിംഗ് ടു ദി ഇൻഫോർമൻ്റ് വേർഷൻ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ നൽകുന്ന മറ്റൊരാൾ. അപ്പോൾ അത് പേഷ്യൻ്റിൻ്റെ റിലേറ്റീവ്സോ ബൈസ്റ്റാൻഡറോ ആരെങ്കിലും ആവാം. അയാൾ ചിലപ്പോൾ പറഞ്ഞേക്കാം 4 മാസമായിട്ട് ഉറക്കമില്ല, രാത്രി ഇരുന്ന് പിറുപിറുക്കുന്നു, ഞങ്ങളോട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് വെർബാറ്റിം എന്നുള്ളൊരു ടേം നമ്മളതിനകത്ത് ഓർക്കേണ്ടതാണ്. വെർബാറ്റിം മീൻസ് വി ആർ നോട്ടിങ് the points exactly as same how the patient explained. അതായത് പേഷ്യൻ്റ് എങ്ങനെയൊക്കെ പറഞ്ഞോ അതിൻ്റെ സെയിം രീതിയിലാണ് നമ്മൾ എക്സാക്റ്റ് ആ ടേംസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ പേഷ്യൻ്റ് മലയാളത്തിലാണ് പറഞ്ഞെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതണമെന്നുള്ളതാണ് വെർബാറ്റിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ മലയാളത്തിൽ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിക്കോ അതിൻ്റെ മീനിങ്ങിനോ അതിൻ്റെ ഡയറക്ഷനൊക്കെ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ സോ വി ഹാവ് ടു ഫോളോ ദി or we have to note or write the presenting chief complaint in verbatim only. Verbatim means patient's exact speech. എങ്ങനെയാണോ പേഷ്യൻ്റ് പറഞ്ഞത് സെയിം ആയിട്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ presenting chief complaint according to the patient as well as according to the informant. Then history of present illness. ഇപ്പോൾ ഉണ്ടായ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് വന്നതിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററിയാണ്. അതിൽ നമുക്ക് ഡ്യൂറേഷൻ, ഡേയ്സ്, വീക്സ്, മന്ത്സ് ഓർ ഇയേഴ്സ്, എത്ര നാളായി തുടങ്ങിയിട്ട് ഈ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ട്, മോഡ് ഓഫ് ഓൺസെറ്റ് എങ്ങനെയായിരുന്നു, അബ്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ വന്ന ഒരു പെട്ടെന്നുള്ളൊരു ഇൻറ്റൻസിറ്റിയിലൂടെ വന്നതാണോ, ദാറ്റ് മീൻസ് ലെസ് ദാൻ 48 hours ആണോ ആയിട്ടുള്ളൂ. അക്യൂട്ടാണോ, അതായത് ഒരു വീക്കിന് ഉള്ളിലാണോ ഈ സിംറ്റംസ് തുടങ്ങിയിട്ടായിട്ടുള്ളൂ. സബ് അക്യൂട്ടാണോ, ഇൻസിഡിയസ് ആണോ, അത് ഒരു ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. 48 hours, ലെസ് ദാൻ 1 week, 1 to 2 weeks ഓർ വിത്തിൻ ഫ്യൂ വീക്സ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ദി കോഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണോ, എപ്പിസോഡിക് ആണോ, ഫ്ലക്ച്വേറ്റിംഗ് ആണോ, ഡിറ്റീരിയേറ്റിംഗ് ആണോ, ഇംപ്രൂവിങ് ആണോ, അൺക്ലിയർ ആണോ, ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കണ്ടിന്യൂസ് മീൻസ് ദ സിംറ്റംസ് ആർ കണ്ടിന്യൂയിങ് ഇൻ ദി സെയിം ഇൻറ്റൻസിറ്റി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ സെയിം രീതിയിൽ തന്നെ പോകുന്നു. എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രീതിയിലാണോ, അതോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ, അതായത് ഇടയ്ക്ക് നോർമലായിട്ട് വരുന്നു, പിന്നെ ഇടയ്ക്ക് ഒരു ഹൈക്ക് ഉണ്ടാകുന്നു, പിന്നെ കുറയുന്നു, പിന്നെ ഹൈക്ക് ഉണ്ടാകുന്നു, അങ്ങനെയുള്ള രീതിയിലാണ് സിംറ്റംസ് വരുന്നത്. ഡിറ്റീരിയേറ്റിംഗ് മീൻസ് ഓരോ ദിവസം കൂടുന്തോറും അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇംപ്രൂവിങ് ആണോ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഇൻറ്റൻസിറ്റിനേക്കാൾ ഇപ്പോൾ പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയാണോ, അതോ നമുക്കിതൊന്നും അനലൈസ് ചെയ്യാൻ പറ്റാതെ അൺക്ലിയർ ആണോ എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. ദെൻ കമ്മിങ് ടു ദി ഇൻറ്റൻസിറ്റി, അതിൻ്റെ ആ ഒരു കടുപ്പം സെയിം ആണോ, ഇൻക്രീസിങ് ആണോ, ഡിക്രീസിങ് ആണോ, അത് ഡിറ്റീരിയേറ്റിംഗ്, ഇംപ്രൂവിങ് എന്നുള്ള രീതിയിൽ തന്നെ ഉള്ളത് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്.
ദെൻ ഈസ് ദിയർ എനി പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ദാറ്റ് ട്രിഗേർഡ് ദി മെൻ്റൽ ഇൽനെസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതുണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ദീസ് ആർ ദി മെയിൻ പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്. ദെൻ കമ്മിങ് ടു ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി. ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലുള്ളതാണ് മെയിനായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ഡ്രഗ്സ് ഏതൊക്കെ കഴിച്ചു, ECT ഹിസ്റ്ററി ഉണ്ടോ, സൈക്കോ തെറാപ്പിക്ക് വിധേയമായിട്ടുണ്ടോ, ഫാമിലി തെറാപ്പിക്ക് വിധേയമായിട്ടുണ്ടോ, റീഹാബിലിറ്റേഷന് വിധേയമായിട്ടുണ്ടോ. അതായത് ഇപ്പോഴത്തെ എപ്പിസോഡിനുള്ള ട്രീറ്റ്മെൻറ്റാണ് മേജറായിട്ട് നമ്മൾ എംഫസിസ് ചെയ്യുന്നത്. അതുകൂടാതെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി. ദെൻ പാസ്റ്റ് സൈക്യാട്രിക് ഹിസ്റ്ററി ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി. അപ്പോൾ അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള പഴയ എപ്പിസോഡിനെ കുറിച്ച്, ഇതുവരെ നമ്മളെല്ലാം പറഞ്ഞത് ഈ പ്രസൻറ്റ് എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പോൾ പാസ്റ്റ് സൈക്കാട്രിക് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി മീൻസ് വി ആർ explaining in detail about what are the is there any past psychiatric or medical history that includes number of previous episodes of hospitalization, complete or incomplete remission, duration of each episode, treatment details, side effects of any medication, treatment outcome. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയേഴ്സ് ലൈക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഓർ ഇഫ് ദർ ഇൻ ആക്സിഡൻറ്റ്സ്, ഹെഡ് ഇഞ്ചുറി, കൺവൽഷൻസ്, ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, CAD, വെനറൽ ഡിസീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് എഴുതേണ്ടതാണ്. ദെൻ കമ്മിങ് ദി ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് എഴുതുന്നത് എന്താ പറയുന്നത്, ഒരു ഫാമിലി ട്രീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഫാമിലി ട്രീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ചെയ്യാം. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാമിലി നമ്മൾ ആ ടേബിൾ ഫോമിൽ നമ്മൾ എഴുതുമല്ലോ. ഏജ്, എഡ്യൂക്കേഷൻ, ഓക്കുപ്പേഷൻ, ഹെൽത്ത് സ്റ്റാറ്റസ്, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഒരു ടേബിൾ ഫോമിൽ എഴുതാം. പിന്നെ ഒരു ഫാമിലി ട്രീ അല്ലെങ്കിൽ ജീനോഗ്രാമായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ ജീനോഗ്രാമാണ് ഏറ്റവും നല്ലത്. സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഫുൾ ഹിസ്റ്ററി ഓഫ് ദി പേഷ്യൻറ്റ് അറ്റ് എ ഗ്ലാൻസ് ഇറ്റ് സെൽഫ്. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ദെൻ ദ 7th പോയിന്റ് ഇൻ ഹിസ്റ്ററി കളക്ഷൻ ഈസ് പേഴ്സണൽ ഹിസ്റ്ററി. പേഴ്സണൽ ഹിസ്റ്ററി ഡിഫറെൻറ്റ് സബ് ടൈപ്പായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പേഴ്സണൽ ഹിസ്റ്ററി തന്നെ നമ്മൾ ഒരു വ്യക്തി, ആ ക്ലയൻറ്റിൻ്റെ ജനനത്തിന് മുമ്പുള്ള സമയം മുതൽ ഇപ്പോൾ പ്രസൻറ്റ് വരെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് പെരിനേറ്റൽ ഹിസ്റ്ററി. പെരിനേറ്റൽ ഹിസ്റ്ററിയിൽ ആൻറ്റിനേറ്റൽ ഹിസ്റ്ററി, ആൻറ്റിനേറ്റൽ ഹിസ്റ്ററിയിൽ മെറ്റേണൽ ഇൻഫെക്ഷൻ, എക്സ്പോഷർ ടു റേഡിയേഷൻ ഓർ എനി അതർ ചെക്കപ്സ്, ഇൻട്രാനേറ്റൽ പീരീഡ്, അതായത് ടൈപ്പ് ഓഫ് ഡെലിവറി എങ്ങനെയായിരുന്നു, സിസേറിയൻ, ഇൻസ്ട്രുമെൻ്റൽ ഓർ നോർമൽ ഡെലിവറി. ദെൻ ബർത്ത് എങ്ങനെയായിരുന്നു, ഫുൾ ടൈം, പ്രീമച്വർ, പോസ്റ്റ് മച്വർ, ബർത്ത് ക്രൈ ഇമീഡിയറ്റ് ആയിരുന്നു, ഡിലേഡ് ആയിരുന്നു, ഇസ് ദർ എനി ബർത്ത് ഡിഫക്റ്റ് ആൻഡ് പോസ്റ്റ് നാറ്റൽ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മേജറായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ക്ലയൻറ്റിൻ്റെ മദറാണ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരാൻ കഴിയുള്ളൂ. ക്ലയൻറ്റിന് അതിനെക്കുറിച്ച് അറിവുണ്ടാവുകയില്ല. സോ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി പേഷ്യൻസ് maternal figure so that we can get these details. Then coming to the second point in personal history, that is childhood history. അതും കൂടുതലും പേരൻസ് ആണ് തരാൻ കഴിയുള്ളൂ. ദാറ്റ് ഇൻക്ലൂഡ്സ് പ്രൈമറി കെയർ ഗീവർ, ഫീഡിങ്, ഏജ് ഓഫ് വീനിങ്, ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ, ബിഹേവിയർ ആൻഡ് ഇമോഷണൽ പ്രോബ്ലം ലൈക്ക് തം സക്കിങ്, എക്സസീവ് ടെമ്പർ ടാൻട്രംസ്, സ്റ്റട്ടറിങ്, ബോഡി റോക്കിംഗ്, നെയിൽ ബൈറ്റിംഗ്, ന്യൂറസിസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇൽനസസ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്, ഇതെല്ലാം നമുക്കതിൽ മെൻഷൻ ചെയ്യാം. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് പേഴ്സണൽ ഹിസ്റ്ററി, ദാറ്റ് ഈസ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി. Age at beginning of formal education, extracurricular achievement if any, relationship with peers and teachers, social phobia, is there any conduct disorders, ഇതെല്ലാം എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയിൽ എഴുതാം. ദെൻ പ്ലേ ഹിസ്റ്ററി എങ്ങനെയാണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്ലേസ് ഇൻ വിച്ച് ദ ചൈൽഡ് ഓർ ദ ക്ലയൻറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഡ്യൂറിങ് client was interested during his childhood. അത്
കൂടാതെ റിലേഷൻഷിപ്പ് വിത്ത് പ്ലേമേറ്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. അതുകൂടാതെ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇമോഷണൽ പ്രോബ്ലംസ് ഡ്യൂറിങ് അഡോളസൻസ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇവൻറ്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ ഡ്യൂറിങ് ദി അഡോളസൻസ്. ദാറ്റ് ഇൻക്ലൂഡ്സ് റണ്ണിങ് അവേ ഫ്രം ഹോം, ഡെലിക്വൻസി, സ്മോക്കിംഗ്, ഡ്രഗ് ടേക്കിംഗ് ഓർ എനി അതർ സ്പെസിഫൈ. എന്തെങ്കിലും അത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യുക. ദെൻ കമ്മിങ് ടു പുബേർട്ടി, ഏജ് ഓഫ് അപ്പിയറൻസ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആങ്സൈറ്റി ടു പുബേർട്ടി ചേഞ്ചസ്, ഇഫ് ഫീമെയിൽ ക്ലയൻറ്റ്, ഏജ് ഓഫ് മെനാർക്കെ, റിയാക്ഷൻ ടു മെനാർക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ദെൻ ഫീമെയിൽ ക്ലയൻസിന് ഒബ്സ്റ്ററ്റിക്കൽ ഹിസ്റ്ററി ലൈക്ക് LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്, നമ്പർ ഓഫ് ചിൽഡ്രൻ, termination of pregnancy, if any complications during pregnancy, menopause, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒബ്സ്റ്ററ്റിക്കൽ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. Then coming to the next point in personal history, that is occupational history. That includes age at starting work, അതായത് എപ്പോഴാണ് ജോലി ചെയ്തു തുടങ്ങിയത്, ജോബ്സ് ഹെൽഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഏതൊക്കെ ജോലികളാണ് ഓരോരോ സമയത്ത് ചെയ്തിരുന്നത് അത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതേണ്ടതാണ്. അതായത് ആദ്യം ചെയ്ത ജോലി, പിന്നെ ആ ജോലി വിടാനുണ്ടായ കാരണം, റീസൺ ഫോർ ചേഞ്ചസ്, കറണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ, റിലേഷൻഷിപ്പ് വിത്ത് ദി അതോറിറ്റീസ് ആൻഡ് കൊളീഗ്സ്, ഇതൊക്കെ നമ്മളതിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ദെൻ കമ്മിങ് ടു സെക്ഷൽ ആൻഡ് മറൈറ്റൽ ഹിസ്റ്ററി, ഇഫ് മാരീഡ്, അതിൽ ജീനോഗ്രാം ഓഫ് ഫാമിലി, സ്പൗസ്, അതെല്ലാം നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓൾറെഡി വി ഹാവ് മെൻഷൻ ഇൻ ദി ഫാമിലി ഹിസ്റ്ററി. Then type of marriage, duration of marriage, interpersonal relationship or interpersonal and sexual relationship, satisfactory or unsatisfactory, extramarital relationship if any, അതൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. Then also if we are maintaining an appropriate rapport or trusting relationship with the client may ventilate these type of details also. Then coming to the last point in personal history, that is pre-morbid personality. Pre-morbid means before becoming sick എന്നുള്ള രീതിയിൽ പറയാം. പേഷ്യൻ്റ് അസുഖം ബാധിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് നമ്മളവിടെ അസസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് പേഷ്യൻറ്റിനോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ക്ലോസ് റിലേറ്റീവ്സായ മദർ അല്ലെങ്കിൽ ഫാദറിനോട് ചോദിച്ചും കുറേയൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എക്സ്ട്രോവേർട്ട് ഓർ ഇൻട്രോവേർട്ട്. എക്സ്ട്രോവേർട്ട് മീൻസ് ദ പേഴ്സൺ ഈസ് മച്ച് സോഷ്യൽ എന്നുള്ള രീതിയിലൊക്കെ പറയാം, മറ്റുള്ളവരോട് കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരു പ്രകൃതം. ഇൻട്രോവേർട്ട് മീൻസ് ദ പേഴ്സൺ ഈസ് വിഡ്രോൺ ടു സെൽഫ്, അല്ലെങ്കിൽ ഒരു അധികം ഒരു വലിയൊരു സോഷ്യൽ സർക്കിൾ ഇല്ലാതെ കുറച്ച് ആൾക്കാരോട് മാത്രം സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ദെൻ ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്, ഹൗ ദ ക്ലയൻറ്റ് യൂസ് ദി ലീഷർ ടൈം, പ്രീഡോമിനൻറ്റ് മൂഡ്, അതായത് പ്രീഡോമിനൻ്റ് ആയിട്ട് ആ ക്ലയൻറ്റിനുള്ള മൂഡ് എന്താണ്, ഒപ്റ്റിമിസ്റ്റിക് ആണോ. ദാറ്റ് മീൻസ് ഒപ്റ്റിമിസ്റ്റിക് മീൻസ് ഓൾവേസ് ദ പേഴ്സൺ ഈസ് തിങ്കിങ് അബൌട്ട് ദി പോസിറ്റീവ് ഔട്ട്കം ഓഫ് എനി ഈവൻറ്റ്, അതായത് എന്ത് ഈവൻറ്റ് നടന്നാലും അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് കൺസിഡർ ചെയ്യുന്നതിന് നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയാം. ഓർ പെസിമിസ്റ്റിക് മീൻസ് സ്ട്രേറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഒപ്റ്റിമിസ്റ്റിക്. ദ ക്ലയൻറ്റ് ഈസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദി നെഗറ്റീവ് ഔട്ട്കം ഓഫ് എനി ഈവൻറ്റ്. സ്റ്റേബിൾ ആയിരുന്നു അവൻ്റെ ഒരു മൂഡ്, ഫ്ലക്ച്വേറ്റിംഗ് ആണോ, ചിയർഫുൾ ആണോ, ഡെസ്പൊണൻ്റ് ആണോ, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ റിയാക്ഷൻ ടു സ്ട്രെസ്ഫുൾ ഈവൻറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ടു സെൽഫ് ആൻഡ് അതേഴ്സ്, ആറ്റിറ്റ്യൂഡ് ടു വർക്ക്സ്, റിലീജിയസ് ബിലീഫ് ആൻഡ് മോറൽ ആറ്റിറ്റ്യൂഡ്സ്, ഫാൻറ്റസി ലൈഫ് ലൈക്ക് ഡേ ഡ്രീംസ് ഓർ ഫ്രീക്വൻസി ഓഫ് ഡ്രീമിങ്, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതുകൂടാതെ മേജർ ഹാബിറ്റ്സ്, ഈറ്റിംഗ് പാറ്റേൺ, റെഗുലർ ഓർ ഇറഗുലർ, elimination pattern, regular or irregular, sleeping pattern, we have to assess because sleep is also much important. Then last one, use of any drugs, tobacco or alcohol. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹിസ്റ്ററി കളക്ഷനിൽ. അപ്പോൾ നമ്മളൊരു 7 points ആണ് പറഞ്ഞത്. ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ, presenting chief complaint according to the patient as well as according to the informant, history of present illness, treatment history, past psychiatric and medical history, family history and personal history. Personal history അകത്ത് തന്നെ perinatal history, childhood history, educational history, play history, emotional problems during adolescence, puberty, obstetrical history, sexual and marital history, pre-morbid,
പേഴ്സണാലിറ്റി. ഇങ്ങനെയാണ് നമ്മൾ മേജറായിട്ടുള്ള ഒരു ഹിസ്റ്ററി കളക്ഷൻ്റെ ഒരു ടൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ആൻഡ് ഹിസ്റ്ററി കളക്ഷൻ ഡീൽ ചെയ്തു. അതുകൂടാതെ ഇനിയുള്ള ടോപ്പിക്കാണ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, psychological test, neurological examination. ഇതൊക്കെയുണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് that we will discuss later.